സമ്മർദ്ദമുള്ള ജോലികൾ ചെയ്യുമ്പോൾ നാം എന്താണ് ആഗ്രഹിക്കുന്നത്? നല്ല ഒരു ഗ്ലാസ് ചൂട് കാപ്പി കിട്ടിയെങ്കിൽ എന്നല്ലേ? സർഗാത്മകമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോഴോ ഒരു ഗ്ലാസ് ചൂട് കാപ്പി ഒപ്പം ഉണ്ടാകണം എന്നാണ് അപ്പോഴും ആഗ്രഹം. വലിയ മാനസിക സംഘർഷം അനുഭവിക്കുമ്പോഴും നാം ആഗ്രഹിക്കുന്ന കടുപ്പത്തിൽ ഒരു കാപ്പി കുടിക്കാനാകും അല്ലെ? അതെ, സങ്കടം വന്നാലും സന്തോഷം വന്നാലും കുഞ്ഞ് ജനിച്ചാലും മരണം വന്നാലും മദ്യം വേണമെന്ന് കുടിയന്മാർ പറയുന്നത് പോലെയാണ് കാപ്പിയുടെ കാര്യം. നമ്മുടെ മൈൻഡിനെ ഫ്രഷ് ആക്കാൻ അവൻ പൊളിയാണ്. നല്ല ആവി പറക്കുന്ന ഒരു കപ്പ് കാപ്പി മേശപ്പുറത്ത് വെച്ചിട്ട് അടുത്തിരുന്നാൽ തന്നെ നമുക്ക് ഊർജമൊക്കെ കിട്ടും അല്ലേ? ലോകത്ത് ഏറ്റവും കൂടുതൽ പഠനങ്ങൾ നടക്കുന്ന പാനീയങ്ങളിൽ ഒന്നാണ് കാപ്പി. ഇത് കുടിക്കുന്നത് നല്ലതാണെന്നും വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും അഭിപ്രായമുണ്ട്. ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് വാദിക്കുന്നവരും ഒരു കപ്പ് ചൂട് കാപ്പി കിട്ടിയാൽ വിടില്ല എന്നത് വേറെ കാര്യം. ഇപ്പോഴിതാ കാപ്പിയെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ പഠന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. പോർച്ചുഗലിലെ കൊയിംബ്ര യൂണിവേഴ്സിറ്റിയിലെ ഒരു സംഘം ഗവേഷകർ നടത്തിയ പഠന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ജീവിതം മെച്ചപ്പെടുത്താൻ കാപ്പി അനുയോജ്യമാണെന്നാണ് ഈ ഗവേഷകരുടെ കണ്ടെത്തൽ. കാപ്പി കുടിക്കുന്നവർക്ക് ആയുസ് കൂടുമത്രേ. ദിവസവും 3 കപ്പ് കാപ്പിയെങ്കിലും കുടിക്കുന്നവരുടെ ആയുസ് മറ്റുള്ളവരെ അപേക്ഷിച്ച് 2 വർഷത്തോളം കൂടുമെന്നാണ് ഗവേഷകരുടെ കണ്ടെത്തൽ. കൃത്യമായി പറഞ്ഞാൽ കാപ്പി കുടിക്കുന്നവർക്ക് കാപ്പി കുടിക്കാത്തവരെക്കാൾ 1.84 വർഷം കൂടുതൽ ജീവിച്ചിരിക്കാമെന്നാണ് കൊയിംബ്ര യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ പറയുന്നത്. മിതമായ അളവിൽ കാപ്പിയുടെ പതിവ് ഉപയോഗം ആയുസ് വർദ്ധിപ്പിക്കുമെന്ന് തങ്ങളുടെ ഗവേഷണത്തിൽ വ്യക്തമാകുന്നുവെന്ന് കൊയിംബ്ര യൂണിവേഴ്സിറ്റിയിലെ ന്യൂറോ സയന്റിസ്റ്റായ റോഡ്രിഗോ കുൻഹ പറഞ്ഞു. ഇതിനു മുൻപും കാപ്പിയുടെ ഗുണങ്ങൾ വിവരിക്കുന്ന ഗവേഷണ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. സ്ത്രീകളിൽ ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് കാപ്പി സഹായിക്കുമെന്നാണ് ഇതിൽ ഒരു റിപ്പോർട്ട് പറയുന്നത്. ഒറാൻഡോയിൽ നടന്ന അമേരിക്കൻ സൊസൈറ്റി ഫോർ ന്യൂട്രീഷന്റെ ഈ വർഷത്തെ വാർഷിക ന്യൂട്രീഷൻ സമ്മേളനത്തിൽ അവതരിപ്പിച്ച പഠനത്തിലാണ് ഇക്കാര്യം പറയുന്നത്. 1984 മുതൽ 45നും 60നും ഇടയിൽ പ്രായം ഏകദേശം 50,000 സ്ത്രീകളുടെ ഭക്ഷണശീലം വിലയിരുത്തിയാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. മധ്യവയസ്സിൽ തുടരുന്ന കാപ്പി കുടിയുടെ ശീലം സ്ത്രീകളെ വാർദ്ധക്യത്തിൽ മാനസികമായും ശാരീരികമായും ശക്തരായി നിലനിർത്താൻ സഹായിക്കുമെന്നാണ് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. കാപ്പി കുടിക്കുന്ന സ്ത്രീകൾക്ക് ആരോഗ്യകരമായ വാർദ്ധക്യം ലഭിക്കുമെന്നാണ് ഗവേഷകർ പറയുന്നത്. ഇനി എന്താണ് ഈ ആരോഗ്യകരമായ വാർദ്ധക്യം എന്നതുകൊണ്ട് ഗവേഷകർ അർത്ഥമാക്കുന്നത് എന്ന് നോക്കാം. 70 വയസ്സോ അതിൽ കൂടുതലോ ജീവിക്കുക, 11 പ്രധാന വിട്ടുമാറാത്ത രോഗങ്ങളിൽ നിന്ന് മുക്തരാകുക, ശാരീരിക പ്രവർത്തനങ്ങൾ നിലനിർത്തുക, നല്ല മാനസികാരോഗ്യം ഉണ്ടായിരിക്കുക, വൈജ്ഞാനിക വൈകല്യം പ്രകടിപ്പിക്കാതിരിക്കുക, ഓർമ്മക്കുറവ് കാണിക്കാതിരിക്കുക എന്നിവയാണ് ആരോഗ്യകരമായ വാർദ്ധക്യത്തിന്റെ സൂചനകൾ. കാപ്പി, ചായ, കോള, ഡീകഫീൻ ചെയ്ത കാപ്പി തുടങ്ങിയവ ഉപയോഗിക്കുന്നവരാണ് ഗവേഷകർ ഈ പഠനത്തിനായി ഉപയോഗിച്ചത്. ഇതിൽ ആരോഗ്യമുള്ളവർ സാധാരണയായി പ്രതിദിനം ശരാശരി 315 മില്ലിഗ്രാം കഫീൻ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് ഗവേഷകർ കണ്ടെത്തിയത്. അതായത് ദിവസവും 3 കപ്പ് കാപ്പി കുടിക്കുന്ന സ്ത്രീകളെ ആരോഗ്യകരമായ വാർദ്ധക്യമാണ് കാത്തിരിക്കുന്നത് എന്നാണ് ഗവേഷകർ പറയുന്നത്. കഫീൻ അടങ്ങിയ ചായ, കോള പോലുള്ളവയിൽ നിന്ന് കാപ്പി മാത്രമാണ് ഈ ഗുണം കാണിച്ചതെന്നാണ് ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നത്. കാപ്പിയിലുള്ള ബയോ ആക്റ്റീവ് സംയുക്തങ്ങളുടെ അതുല്യമായ സംയോജനമാകാം അതിന് പിന്നിലെന്നാണ് ഗവേഷകർ പറയുന്നത്. വെറുതെ അങ്ങ് കാപ്പി കുടിച്ചാൽ ആരോഗ്യകരമായ വാർദ്ധക്യം വരുമെന്ന് കരുതരുത് കേട്ടോ. ഗവേഷകർ മറ്റ് ചില കാര്യങ്ങൾ കൂടി ഇതിനോടൊപ്പം പറയുന്നുണ്ട്. 50 വയസ്സിനിടയിൽ പതിവ് വ്യായാമം, ആരോഗ്യകരമായ ഭക്ഷണക്രമം, പുകവലി ഒഴിവാക്കൽ തുടങ്ങിയ മറ്റ് ആരോഗ്യകരമായ പെരുമാറ്റങ്ങൾക്കൊപ്പം ദിവസവും മിതമായുള്ള കാപ്പി കുടി കൂടിയാകുമ്പോൾ നേരത്തെ പറഞ്ഞ ആരോഗ്യകരമായ വാർദ്ധക്യം ലഭിക്കും. സംഭവം ഇങ്ങനെയൊക്കെയാണെങ്കിലും ചില പ്രശ്നങ്ങളും കാപ്പിക്കുണ്ടെന്ന് ഗവേഷകർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കാപ്പിയിൽ അസിഡിറ്റി ഉള്ളതിനാൽ വയറ്റിലെ ആസിഡിന്റെ ഉപയോഗം വർദ്ധിപ്പിക്കും. അത് ഗ്യാസ്ട്രൈറ്റിസിന് കാരണമാകുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. വെറും വയറ്റിൽ കാപ്പി കുടിക്കുന്നത് അത്ര നല്ലതല്ലെന്നും പറയപ്പെടുന്നു.